നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ബ്ലൗസിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ കാണിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ആഴ്ചയിൽ ഒരു തവണ കുറയാതെ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ആഴ്ചയിൽ, അതായത് സൺഡേസിൽ ബ്ലൗസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ സ്ട്രെച്ചബിൾ ബ്ലൗസാണ് കാണിക്കുന്നത്, സ്കിൻ ഫിറ്റ് ബ്ലൗസ്. ഇത് കാണിക്കാനേ ഇല്ല. അപ്പോൾ ഇത് ഷോപ്പിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ആദ്യം ബ്ലൗസിൻ്റെ വീഡിയോ തുടങ്ങിയത് ഇങ്ങനത്തെ വീഡിയോ കാണിച്ചാൽ അതിന് പിന്നെ ഇത് കാണിക്കാതായി, അത് മാത്രമായി. അപ്പം അങ്ങനെ നമ്മൾ ബാലൻസ് വന്നതെല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക. എല്ലാത്തിനും എല്ലാ സൈസും ഇല്ല. നിങ്ങൾ സ്ക്രീനെ നോക്കണം. സ്ക്രീനെ നോക്കുമ്പോൾ സൈസ് എഴുതിയിട്ടുണ്ട്. 34 31 എഴുതിയിരിക്കുന്ന നമ്പറായിരിക്കും. 34 S 34 എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വേറൊരു വലിയൊരു നമ്പർ എഴുതിയേക്കുന്നെങ്കിൽ അത് സൈസ് ആയിരിക്കും. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ FO, ബാക്ക് ഓപ്പൺ ആണെങ്കിൽ BO എന്ന് ഇത്രയും കാണും. അത് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ എമൗണ്ടും കാണും, ഓരോ ബ്ലൗസിൻ്റെ എമൗണ്ട്. ഡിസ്കൗണ്ട് റേറ്റ് ആണ് കിടക്കുന്നത്. ഒറിജിനൽ റേറ്റ് ഞാനിപ്പോൾ മാക്സിമം പറയാൻ ശ്രമിക്കാം. ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ചെയ്യേണ്ട റേറ്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോരെ. തലവേദന എടുക്കുന്നു. അപ്പം ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ഈ ബ്ലൗസിനെ പറ്റി പറയുമ്പോൾ, ബ്ലൗസ് മേടിച്ചിട്ടുള്ള ഇപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കാത്ത ആൾക്കാരും ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് 34 സൈസാണെന്ന് തോന്നുന്നു. എനിക്ക് മറ്റേ ബ്ലൗസുകൾ പോലെ എല്ലാം കയ്യെ കയറ്റി കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഓപ്പൺ ഉള്ള ബ്ലൗസാണ്. എന്നാലും ഒരെണ്ണം കാണിക്കാം. ഇതെനിക്ക് കയർത്തുമില്ല, കാരണം ഇത് 34 സൈസാണ്. 34 സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രാ സൈസാണ് നോക്കുന്നത്. മനസ്സിലായോ? ചുരിദാറിൻ്റെ സൈസല്ല, ബ്രാ സൈസാണ് നോക്കുന്നത്. ബ്രാ സൈസ്. പിന്നെ നിങ്ങൾക്കിത് 34 സൈസ് ആണെങ്കിൽ പോലും ഒരു 35 വരെ 36 വരെയൊക്കെ ഇത് വലുതാക്കാം. ഇതിന് ബാലൻസ് ഉണ്ട്. ഇവിടെ ഓൾട്ടർ ചെയ്ത് വലുതാക്കാം. ഈ സൈഡിൽ ഒരു ഇഞ്ച് കിട്ടും, ഈ സൈഡിൽ ഒരു ഇഞ്ച് കിട്ടും. എന്നാലും ഒരു 34 36 കഷ്ടിയൊക്കെ ഉള്ളവരൊക്കെ എടുക്കാവുള്ളൂ. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് ബ്ലൗസ്. കണ്ടോ? ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആണ്. പാഡഡ് ആണ്. പാഡ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ആ പാഡ് എടുത്ത് കളയുക. അതേപടി തിരിച്ചടിച്ച് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ബാക്ക് ഇങ്ങനെ, ഇത് നല്ല ബ്ലാക്കിൽ ഇങ്ങനെ ഒരു സിക്സാഗ് പോലത്തെ പ്രിന്റ് വരുന്ന വിചിത്ര സിൽക്കിൻ്റെ പോലെ ഒരു സ്റ്റഫ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇനി ആ സൈസിൽ വരുന്ന വേറെ ബ്ലൗസ് കാണിക്കാം. അജ്രക്ക് പ്രിന്റ്, കോട്ടൺ, നല്ല കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് കണ്ടോ? ഇതാണ് കളർ വരുന്നിട്ടുണ്ടല്ലോ, നല്ലൊരു വയലറ്റ് കളർ, വാടാമുല്ലപ്പൂവിൻ്റെ ഡാർക്ക് കളർ, അങ്ങനത്തെ ഒരു കളറാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാനേ തരുള്ളൂ. എനിക്ക് മറ്റേപ്പാട് കാണിക്കാൻ അറിയത്തില്ല, കയ്യൊക്കെ ഏറ്റി. ഇതിപ്പോൾ ഇരിക്കും ബ്ലൗസ് പാഡഡാണ്. ഇതിനും എല്ലാത്തിനും തന്നെ പാഡഡാണ്. നിങ്ങൾക്ക് പാഡുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് കിടക്കും. പാടില്ല, ചിലർക്ക് അതിടാൻ ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ അത് അങ്ങ് അഴിച്ച് കളയിച്ചാൽ മതി. സൈഡ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് അഴിച്ച് കളയിച്ചാൽ മതി. പിന്നെ കൃത്യം നിങ്ങളുടെ സൈസിൽ സ്കിൻ ഫിറ്റ് മേടിക്കുന്ന പോലെ എല്ലാവർക്കും കറക്റ്റ് ഫിറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ ചുരിദാർ കുർത്തി വാങ്ങിക്കുകയല്ലേ, കുർത്തി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓൾട്രേഷൻസ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മുടെ എക്സൽ സൈസ് ആണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി തൂങ്ങിയോ അല്ലെങ്കിൽ കൈക്ക് ഇച്ചിരി ലൂസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കുറച്ച് ബാലൻസ് ഉണ്ട്. ഇത് കണ്ടോ? നിങ്ങളുടെ അളവിനേക്കഴിയും കുറച്ച് വലുതായിരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചിലർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, വിദ്യയെ ഞാൻ ഇത്രയും കാലം അളവ് കൊടുത്ത് തയ്ച്ചിട്ട് പോലും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരും ഉണ്ട്. ഓൾട്രേഷൻ ചെയ്യേണ്ടി വരുന്നവരും ഉണ്ട്. കോട്ടനാണ്, ഇതെല്ലാം നല്ല കോട്ടനാണ്. പിങ്കും വൈറ്റും കൂടെ. കണ്ടോ? അയ്യോ, റേറ്റ് പറഞ്ഞില്ല, സോറി. ഞാൻ അന്നേരം ഒന്ന് പറഞ്ഞേക്കാം. ആദ്യത്തേതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 550 ഇപ്പോഴത്തെ വില 350. നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് ഇതിന് നിങ്ങളിങ്ങനെ ഈ സ്ക്രീനെ കാണിക്കുന്ന സൈസ് മാത്രമേ ഇതിനകത്ത്. ഇപ്പം സ്ക്രീനിൽ ഇതിൻ്റെ സൈസ് അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. ഇത് 499 ഇതിൻ്റെ ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 350. ഇതിൻ്റെ 550 ഒറിജിനൽ റേറ്റ്. ഇപ്പോഴത്തെ വില 350. 350 രൂപ നിങ്ങൾ ഓർത്തേക്ക്. തയ്യലിൻ്റെ പൈസ പോലും ആകുന്നില്ല. പ്രത്യേകിച്ച് പാടൊക്കെ വെച്ച് നിങ്ങളൊരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഈ സാധനവും വേണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കട്ട് ചെയ്ത് കളയാം. ഈസി ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. കണ്ടോ? ഇങ്ങനെ അഴിച്ച് കളയാം. ഇത് വേണ്ട, വള്ളിയൊക്കെ അതൊക്കെ ഒരു രസമാണ്. അതില്ലെന്നും പറഞ്ഞ് ഷോൾഡറിൽ നൂറിനൊന്നും പോകത്തില്ല കേട്ടോ. ഇത് അടുത്ത ബ്ലൗസ്, ഒരു കോട്ടൺ അജ്രക്ക് പ്രിന്റ് പോലൊക്കെ വരുന്ന ബ്ലാക്ക്. ഇതിൻ്റെ ബാക്കാണ് ഓപ്പൺ. കണ്ടോ? ഇനി അടുത്ത സൈസ് കാണിക്കാവേ. ഇപ്പം ഇതിൻ്റെ റേറ്റ് പറയണം ഓരോന്നിനും. വേണ്ട, വേറെ കളറുള്ള ഇനി പറയണ്ടേ? ഡിസ്കൗണ്ട് റേറ്റ് പറയണം. ഇതില്ലേ, ഈ ബ്ലൗസ് നമുക്ക് വളരെ റീസെൻ്റ്ലി വന്നത്. ഓണം കഴിഞ്ഞ, ഓണത്തിൻ്റെ സീസൺ സമയത്ത് ഓണം കഴിഞ്ഞ് വന്നത്. അതുകൊണ്ട് ഇതിന് എല്ലാത്തിനും സൈസ് കാണും, നമുക്ക് സ്റ്റോക്ക് കാണുമേ.
ഇതിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട്. ഇതിപ്പം 36 സൈസാണെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫസ്റ്റ് ബ്ലൗസിൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇതിന് പറയുന്നില്ല. ഇത് അതിൻ്റെ വേറെ കളറ്, നല്ല പച്ച കളറ്, നല്ല ബ്ലൗസ് ആട്ടോ. നിങ്ങൾക്ക് കേരള സാരിക്ക് അന്നൊക്കെ ഓണത്തിന് വന്നപ്പോൾ കേരള സാരിക്കൊക്കെ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചാൽ ഞാൻ ഓൺലൈനിൽ കാണിക്കാൻ എനിക്ക് ആ ഒരു സമയത്ത് തിരക്ക് കാരണം സാധിച്ചില്ല. ഓൺലൈനിൽ കാണിച്ചായിരുന്നെങ്കിൽ എനിക്കറിയാം ചൂടപ്പം പോലെ പോയി, പക്ഷെ കാണിക്കാൻ പറ്റിയില്ല. നല്ല രസമാണ്. പിന്നെ ഫംഗ്ഷൻ വെയർ സാരിക്കൊക്കെ കൊടുക്കാം, കാരണം വിചിത്ര സിൽക്കിൻ്റെ ഒരു സ്റ്റഫ് വരുന്നതുകൊണ്ട് ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടാണ് പറയാത്ത കേട്ടോ. അതിൻ്റെ തന്നെ വേറെ കളറ് മെറൂൺ, ഡാർക്ക് മെറൂൺ. എന്തെളുപ്പം ഓടിപ്പോയി ബ്ലൗസ് ഒരെണ്ണം എടുത്ത് ഒന്ന് ഇട്ട് വഴിയാൽ ഇത് മേടിച്ച് കഴിഞ്ഞ് സൈസ് മാത്രം ചെയ്താൽ പോരെ. അതുമല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ തരുന്നത്. ഞാൻ ഇത് ക്ലിയറൻസ് സെയിലിൻ്റെ ക്ലിയർ ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തരുന്ന തുണിയുടെ പൈസയോ തയ്യൽ സ്റ്റിച്ചിങ് ചാർജോ പോലും ആകുന്നില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയോ, വാങ്ങിക്കുന്ന എത്ര മാക്സിമം ആൾക്കാർ വാങ്ങിച്ചോട്ടെ എന്ന് ഓർത്താൽ. കാരണം ബ്ലൗസിന് എനിക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ പിന്നീട് അത് ചോദിക്കും. കുറേ കാലത്തോളം ഇനി ഇതിൻ്റെ എൻക്വയറി വന്നുകൊണ്ടിരിക്കും. ഇത് വൈൻ കളർ കേട്ടോ. ഇതുണ്ട് ഇതിൻ്റെയൊക്കെ കയ്യിലൊക്കെ കുറച്ചും കൂടെ വണ്ണം കൂട്ടാം. നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് 36 സൈസ് കൃത്യം 36 സൈസുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ സ്കിൻ ഫിറ്റ് ബ്ലൗസ് കൊടുത്തേ ആ സൈസിന് മേളിലോട്ടുള്ളവർ ഞാൻ എടുക്കരുതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. ഇതിനങ്ങനെ അത്ര പ്രശ്നമില്ല, ഇച്ചിരിയൊക്കെ വണ്ണം കൂട്ടാം, കൂടുതലുള്ളവർക്കും പ്രശ്നമില്ല. എന്നും കൊണ്ട് നമുക്ക് റിട്ടേൺ ഒന്നുമില്ല. നിങ്ങളുടെ വണ്ണം ഓവർ വണ്ണമാണെങ്കിൽ അത് എടുക്കുകയും ചെയ്ത്. അജ്രക്ക് പ്രിന്റ് വരുന്ന നല്ലൊരു ക്രീം ഷെയ്ഡിൽ നല്ല കോട്ടൺ ബ്ലൗസ്. ഇതൊക്കെ ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ ആ ഒരു സമയത്ത് എന്തോരം പോയതാണെന്നറിയോ. ഇതാണ് സ്റ്റഫ്. ഉണ്ടോ, ഇത് സത്യത്തിൽ ഞാൻ കാണിക്കാതിരുന്നിട്ട് നമുക്ക് ഓർഡർ എടുക്കൽ ഭയങ്കര പാടാണ്. സ്കിൻ ഫിറ്റ് ബ്ലൗസിന് അത്രയും പ്രശ്നമില്ല, ഇത് ഭയങ്കര പാടാണ്. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഒരു സമയം ഒരു 20 മെസ്സേജൊക്കെ ഒറ്റ മിനിറ്റിനുള്ളിൽ വരും, അതാണ് പ്രശ്നം. ഇത് ബാക്ക് ഓപ്പൺ കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ അല്ല. അജ്രക്ക് പ്രിന്റ്, ബ്ലാക്ക്, ബാക്ക് ഓപ്പൺ. ബാക്ക് ഓപ്പൺ ഒക്കെ ഇടുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. എല്ലാത്തിലും പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട് വരുമ്പോൾ നല്ല ഷേപ്പായിട്ട് ഇരിക്കും. ഇതൊക്കെ ഒത്തിരി ഡിമാൻഡുള്ള ബ്ലൗസ്, അജ്രക്ക് പ്രിന്റ്. ഇത് ബാക്കിലത്തെ നെക്ക് ഇങ്ങനെയാണേ. ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കും നല്ല ഡീസൻ്റ് ആയിട്ട് നിൽക്കും. ഒട്ടും കൂടുതൽ ഓവറായിട്ടൊന്നും വരുന്നില്ല, ഓവറായിട്ട് ഇറങ്ങിയും വരുന്നില്ല, ഓവറായിട്ട് കയറിയിരിക്കത്തില്ല. അത് ഫ്രണ്ട് ഓപ്പൺ ആട്ടോ ഇപ്പം കാണിച്ചത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. പറഞ്ഞില്ലെങ്കിൽ ചിലർ സ്കിപ്പാക്കി വീഡിയോ കാണാം, എന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണോ ബാക്ക് ഓപ്പൺ ആണോ എന്നിങ്ങനെ സംശയം പ്രകടിപ്പിക്കും. ഇതും അജ്രക്ക് പ്രിന്റ്, പിന്നെ ഫ്രണ്ട് ഓപ്പൺ. ഇതുണ്ട് ബാക്ക് നെക്ക് ഇങ്ങനെ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒത്തിരി ആവശ്യക്കാർ വരും, പക്ഷെ വളരെ ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് എന്നാണ് എൻ്റെ അറിവ്. ഇത് കണ്ടോ, അജ്രക്ക് പ്രിന്റ്, ഇൻഡിഗോ ബ്ലൗസ്. ഞാൻ ഹൈനെക്കൊക്കെ വെച്ച് ഇൻഡിഗോ ബ്ലൗസിൻ്റെ ഒക്കെ കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ നേരത്തെ കാണുന്നവർ. എന്തോരം എൻ്റെ പൊന്നെ. പക്ഷേ എന്നിട്ട് ഏറ്റവും അവസാനം 10-18 പേർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. ആത്തുകൂട്ട് ഓർഡർ വരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ വായിക്കുന്നിടത്തേനും പനിയോ എന്തോ ആ സമയത്ത് ഡെങ്കു ഫീവറൊക്കെ വന്നിട്ട് തയ്ക്കാൻ പറ്റില്ല, അതൊക്കെ ആയി വന്ന് അതൊക്കെ ഒരു കാലം ഓർക്കുന്ന കഥകൾ ഇങ്ങനെ എന്തെല്ലാം അല്ലേ. ഇൻഡിഗോ ഫീവർ ഇൻഡിഗോ കളർ. അയ്യോ, അടുത്ത സൈസ് കാണിക്കാവേ. അടുത്ത സൈസ് ഇതിപ്പോൾ സൈസ് ഏത് 36, 38 ആയിരിക്കും. സൈസ് സ്ക്രീനിലുണ്ട്. ഞാനിതൊന്നും കടന്ന് പെടാപ്പാട് വിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സ്ക്രീനിലെല്ലാം ഉണ്ട്. സൈസുണ്ട്, ബാക്ക് ഓപ്പൺ ആണോ ഫ്രണ്ട് ഓപ്പൺ ആണോ എന്നുണ്ട്, റേറ്റ് ഉണ്ട്, നമ്പറുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് മാക്സിമം അയക്കുക. ഇത് അയക്കുമ്പോൾ എന്നെ എടുക്കണമെന്നറിയോ, ഇതെല്ലാം കൂടെ കൂട്ടി അയക്കാവുള്ളൂ. അത് മാറ്റി വെച്ച് അയച്ചു കഴിഞ്ഞാൽ നോ റിപ്ലൈ എന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് അതിൻ്റെ മെറൂണിൻ്റെ അടുത്ത സൈസ്. വൈൻ അടുത്ത സൈസ്. അടുത്ത സൈസ് എന്ന് പറയാനേ അറിയത്തുള്ളൂ. ഫ്രണ്ട് ഓപ്പൺ ആണ്, നമുക്ക് കാണിച്ചല്ലോ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇത് ബാക്ക് ഓപ്പൺ ആണ്, ഇൻഡിഗോയുടെ വേറൊരു ഡിസൈൻ. എനിക്കൊക്കെ ദൂരേന്നൊക്കെ ഷോപ്പിൽ ഒത്തിരി കസ്റ്റമേഴ്സ് വരും, കെട്ടുകണക്കിന് സാരിയൊക്കെ ആയിട്ട് ബ്ലൗസ് വാങ്ങിക്കാനായിട്ട്. പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ദൂരമുള്ള സ്ഥലമാണ്. പത്തനംതിട്ട, ചെങ്ങന്നൂർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന്, പിന്നെ തിരുവനന്തപുരം സൈഡിലുള്ളത് ചിലപ്പോൾ അങ്ങനത്തെ ഒന്നൊക്കെ ആൾക്കാർ ബ്ലൗസ് വാങ്ങിക്കാൻ മാത്രമല്ല വിസബലായി വരുന്ന അവരുടെ മെയിൻ അജണ്ട ബ്ലൗസ് ആയിരിക്കും. ഇത് കണ്ടോ, ഇത് ഞാൻ കാണിച്ച ബ്ലൗസാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല അടിപൊളി പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ബ്ലൗസാണ്. ഇതിൻ്റെ നെക്ക് കണ്ടോ, ഒരു ആലിലെ നെക്ക്, ബാക്കിൽ ഇങ്ങനെ. ഇതിന് ഓപ്പണിംഗ് എന്ന് പറയുന്നില്ലേ, ഇവിടെ സൈഡിലാണ് സിബ് വെച്ചിരിക്കുക.
ഇതൊക്കെ ഒത്തിരി നമ്മൾ ആ ഒരു കാലത്ത് സെയിൽ ചെയ്തതാണ്. ഇതിൻ്റെ ഒന്നും റേറ്റ് പറഞ്ഞില്ലല്ലോ, വേണ്ടേ? സ്ക്രീനിലുണ്ടല്ലേ. ഇതാ എനിക്കിങ്ങനെ റേറ്റ് പറഞ്ഞില്ല. ഇത് ഉണ്ടോ, ഇങ്ങനെ സിബ്ബാണ്. ഈ ഒരു സിബ്ബ് ഓപ്പൺ ചെയ്ത് ഇവിടം വരെ വരും, ഇവിടെ വന്ന് നിൽക്കും, അത് തടങ്ങി നിൽക്കും. എന്നിട്ട് നിങ്ങളിടുക, നല്ല ഭംഗിയായിട്ട്. നിങ്ങൾ ഇതിൻ്റെ ഫിനിഷിങ് നോക്ക്, ഞാൻ കാണിക്കുന്നുണ്ടോ. നമ്മൾ ഇത്രയും ഫിനിഷിങ്ങോടെ ബ്ലൗസ് തയ്ച്ച് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നു ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ 700 രൂപയൊക്കെ ആവും. അത്രയും ഫിനിഷിംഗ് ആണിത്. ബ്ലൗസ് എനിക്കറിയത്തില്ല, ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ റേറ്റ് നാട്ടുമ്പുറത്തൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. പക്ഷേ അതുപോലെയുള്ള ഇപ്പോൾ ഭായിമാരൊക്കെ ഇരുന്ന് തയ്ക്കുന്നിടത്ത് റേറ്റ് വ്യത്യാസമുണ്ട്. കാരണം പിന്നൊന്നും ചെയ്യണ്ട. ഇത് ബാക്കിലത്തെ ഇങ്ങനെ ഇതിന് ഉണ്ടല്ലോ സ്ലീവ് ഉണ്ട്. സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. 3/4 സ്ലീവ്, അതായത് എൽബോയുടെ മേളിൽ നിൽക്കുന്ന സ്ലീവ് ഉണ്ട്. ടിഷ്യൂൻ്റെ സ്റ്റഫാണ്, നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഞാൻ എപ്പോഴും പിന്നെയും പറയാം, ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇതിന് എല്ലാ സൈസസും കാണുമെന്ന്, അല്ല എല്ലാ കളേഴ്സും കാണുമെന്ന്. അതാ പറഞ്ഞു, ഇത് ഈ ഓണത്തിന് വന്നതാണ്, ഒത്തിരി വന്നതാണ്. ഇത് മെറൂൺ കേട്ടോ, ഇതിൻ്റെ അടുത്ത സൈസിൻ്റെ മെറൂണ്. ഇതതിൻ്റെ ഗ്രീൻ കേട്ടോ. ഇതില്ല, നിങ്ങളുടെ ബ്രാ സൈസ് ഇപ്പം 42 വെച്ചു. 42 എന്ന് പറഞ്ഞാൽ എക്സൽ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സലിനും ഡബിൾ എക്സലിനും ഇടയ്ക്കാണെങ്കിൽ ഇതെടുക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിപ്പോൾ വലുതാണ്, എടുക്കുമ്പോൾ വലുതാണെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ചെറുതാക്കാം, സൈഡ് അടിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞ് വലുതാണ്, 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വലുതാണെങ്കിൽ നമുക്കിത് വലുതാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്യാം. നിങ്ങളുടെ സൈസിനെ കഴിഞ്ഞ് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ചെറുത് എടുത്ത് കളയരുത്. അങ്ങനെ എടുത്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. വലുതാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരിക്കലും ഷോൾഡർ ഇറങ്ങി പോകും എന്നുള്ള വിചാരം വേണ്ട. ഷോൾഡർ സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ബ്ലാക്ക്, എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മാത്രം എല്ലാ കളറിലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. വൈന് ഇനി നല്ല കോട്ടൺ, പ്യുവർ കോട്ടൻ്റെ നല്ല ലൈനിങ് എല്ലാം വെച്ച് ചെയ്തിരിക്കുന്ന കേട്ടോ. എല്ലാത്തിനും ലൈനിങ് ഉണ്ട്, ഒന്നിനു പോലും ലൈനിങ് ഇല്ലാതില്ല കേട്ടോ. ലൈനിങ് വെച്ച് ബ്ലൗസ് തയ്ക്കുന്ന റേറ്റ് പോലും ഇതിനാകുന്നില്ലെന്നുള്ളതാണ്. റേറ്റ് ലൈനിങ് വെച്ചല്ല, ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നതിൻ്റെ റേറ്റ് പോലും ആകുന്നില്ല. മെറൂൺ ബാക്ക് നെക്ക്. ഇത് നല്ല നട്ടുച്ച സമയമായി. തലവേദനയുടെ മൂർധന്യാവസ്ഥ, മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാമോ? സൂര്യൻ ഉച്ചസ്ഥായി വരുമ്പോൾ തലവേദന ഉച്ചസ്ഥായി വരും. മൈഗ്രെയിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന എന്നെ നിങ്ങൾ കണ്ടോ? ശരിക്കും പറയാം, നല്ല ഉച്ച ഇങ്ങനെ ഇടിക്കാൻ തോന്നും, അതുപോലെ വേദന എടുക്കുന്നു. അങ്ങനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് പോവും. ഇത് കേട്ടോ, ബ്ലൂ അജ്രക്ക് പ്രിൻ്റ്. ഈ ബ്ലൗസൊക്കെ നേരത്തെ ഇഷ്ടം പോലെ ആൾക്കാർ മേടിച്ചിട്ടുള്ളവരുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇതിന് മുമ്പേ കണ്ടതിൻ്റെ വലിയ സൈസ്. ഇതിൻ്റെ ഈ സൈസൊക്കെ കിട്ടിയത് ദൈവാധീനം കേട്ടോ. എനിക്ക് എന്നെ ഇഷ്ടം. ഇതിൻ്റെ ഫിനിഷിങ് ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. അത്രയ്ക്ക് ഫിനിഷിങ് അതിന്. ആഷ് കളർ കോട്ടൺ, നല്ല പ്യുവർ കോട്ടൺ, അജ്രക്ക് പ്രിൻറ്റുമായിട്ട് നല്ല ഡാർക്ക് ആഷ്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? എന്തോ പോലും പോയ ബ്ലൗസാണെന്നറിയാവോ? നല്ല ഡിസൈനർ സാരിക്കെല്ലാം ഇടാൻ കൊള്ളാം. ബാക്ക് ഓപ്പൺ ആണ്, ഫ്രണ്ട് ഇങ്ങനെ കോട്ടൺ ആണ് സ്റ്റഫ്. ഇനി കുറച്ച് മൊഡാളിൻ്റെ ബ്ലൗസ് ഫ്രീ സൈസ് ഉള്ളതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഈ ബ്ലൗസ് കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നത് എന്നാന്നറിയോ? ഈ മൊഡാളിൻ്റെ ബ്ലൗസ് ഓൺലൈനിൽ ചോദിച്ച് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം കടയിൽ വന്ന കസ്റ്റമേഴ്സ് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. മൊഡാളിൻ്റെ ബ്ലൗസൊക്കെ ഓൺലൈനിൽ കാണിക്കും, എന്നിട്ട് അപ്പോഴേ ഇവിടെ വന്ന് കഴിയുമ്പോൾ തീർന്നു പോകും. മൊഡാളൊക്കെ ഇച്ചിരി റേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ വരുമ്പോഴത്തേനെ അതുകൊണ്ട് ഒരു പ്രാവശ്യം വന്ന ബ്ലൗസ് ഞാൻ ഓൺലൈനിൽ കാണിച്ചേ ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് മെസ്സേജസ് വരും, നിങ്ങൾ വിദ്യ എന്നാ ഇങ്ങനെ ഇത് നമ്മൾ കടയിൽ വരുമ്പോൾ തീർന്നു പോകുന്നത്, നമുക്ക് വേണ്ടേ, നാട്ടിലുള്ളവർക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ. ഇത് പ്യുവർ മൊഡാളാണ്, ബ്ലൗസാണെന്നും പറഞ്ഞുകൊണ്ട് തോന്നുന്ന പോലെ കഴുകല്ലോ കേട്ടോ. ഷാമ്പു വാഷേ ചെയ്യാവുള്ളൂ, അല്ലെ കളർ കാടി മുക്കിട്ടോ ഷാമ്പു വാഷ് ചെയ്തേച്ചാൽ മതി, വേറെ ഒന്നിനും പോകണ്ട. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്യുവർ മൊഡാൾ ബ്ലൗസ് വിത്ത് സ്ലീവ്ലെസ് ആയിട്ട് വേണേലിടാം. എൽബോ വരെയുള്ള സ്ലീവ് വേറെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത്രയുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് സഹിതമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. നല്ല അടിപൊളി ബ്ലൗസാണ്, ഇൻഡിഗോയാണ് ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് ഈ കാണിക്കാൻ പോകുന്നതിൽ കുറേ എണ്ണം പാർട്ടി വെയർ ബ്ലൗസാണ് കേട്ടോ. അത് ബ്രൊക്കേഡ് ബ്ലൗസ്, ഫ്രണ്ട് ഓപ്പൺ ആണ്. ഉള്ളിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ സ്ലീവ് ഉണ്ട്, സ്ലീവ് വെച്ച് വേണം 3/4 എൽബോയുടെ മേളിൽ നിൽക്കുന്ന അത്രയും സ്ലീവ് ഉണ്ട്. ലൈനിങ് വെച്ചിട്ടുണ്ട്. നല്ലൊരു വയലറ്റ് ഷെയ്ഡ്, ബ്രൊക്കേഡാണ്. ഇതിൻ്റെ ശരിക്കുള്ള വില വരുന്ന 575 ഇപ്പോഴത്തെ വില 350 ഉള്ളൂ. ഒരുമാതിരി എല്ലാത്തിനും 350 ഉള്ളൂ. മൊഡാളിന് മാത്രം വില വ്യത്യാസമുണ്ട്.
എല്ലാത്തിനും നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. സ്ക്രീനിലുണ്ടല്ലോ ഇതാ കലങ്കാരിയുടെ അടിപൊളി ബ്ലൗസ്. ഒരു ഇത് കണ്ടില്ലേ, ടിഷ്യൂവിൻ്റെ ബ്ലൗസ് കണ്ടില്ലേ, ആ സെയിം സാധനം തന്നെയാണ് കലങ്കാരിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ രസമായിരിക്കും കലങ്കാരിയുടെ ബ്ലൗസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. അതേ ബ്ലൗസ് ബാക്ക് ഓപ്പണാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതാ ബ്ലൗസിന് അകത്തെ കൈ 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 ഇതേ പിള്ളേർക്കൊക്കെ ക്രോപ്പ് ടോപ്പായിട്ട് ഇടാം. പിന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനത്തെ ഒക്കെ സാരിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണ്. പിന്നെ സ്ലീവ് കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്, 2 തട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പെൺകുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പായിട്ട് വേണേൽ ഇടാം. സാരിക്ക് ഇത് സാരി ബ്ലൗസാണ്, സാരിക്ക് വേണേലും ഇടാം. ബാക്ക് ഓപ്പണാണ്, ഇതുണ്ടാവും പ്രിൻസസ് കട്ടാണ്. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ഇനി പാർട്ടി വെയർ ബ്ലൗസ് കണ്ടോ, ഇത് കൈ ഇങ്ങനെ കുഴൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. നല്ലപോലെ അകത്ത് ബാലൻസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ വേണ്ടി ബാലൻസ് ഉണ്ട്. നമ്മുടെ ഇതനുസരിച്ച് ചെയ്യുക. കൈ ഇവിടം വരെയുള്ള കൈയാണ്, 3/4 കൈയാണ്. നിറയെ വർക്ക് ചെയ്ത ബ്ലൗസാണ്. എനിക്ക് ഈ ബ്ലൗസിന് 900 രൂപയ്ക്ക് 1000 രൂപയ്ക്കും വിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാം. കാരണം അത് വലിയ റേറ്റിൽ എന്നാ പറയുന്നത്, പ്രീമിയം ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ രീതിക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട് ധാരാളം. നമ്മൾ വലിയ ഇതൊന്നും പറയല്ല, ഞാൻ പറയാണ്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ. ഇതാ വേറൊരു ബ്ലൗസ്, ഇതിൻ്റെ ബാക്കിലത്തെ നെക്ക് ഫ്രണ്ടിലത്തെ നെക്കിലും ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിൽവറാണ്. ഇതൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറയാം എനിക്ക് ചിരി വരും. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഓൺലൈനിൽ ഇതിൻ്റെ ഒത്തിരി ഡിസൈൻസ് വന്നതാണ്. ഇതുണ്ടോ, ഇത് പക്ക ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ചെയ്തിട്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഹാൻഡ് വർക്ക്. പിന്നെ ഇപ്പം കണ്ടില്ലേ ക്രിസ്മസിന് ഇടാൻ റെഡ് കണ്ടില്ലേ, അതിൻ്റെ ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ട്. അതായത് അതിന് ഡിസൈൻ വ്യത്യാസമല്ല, നെക്ക് വ്യത്യാസം. നെക്കിൻ്റെ ഇതുണ്ടോ, ബാക്കിലത്തെ നെക്ക് ഉണ്ടോ, ആ ഒരു ഷേപ്പ് വ്യത്യാസം. നല്ല രസമാണ്, ഒത്തിരി വൈഡായിട്ടൊന്നും പോകത്തില്ല, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയും ബ്ലൗസേ ഉള്ളൂ, ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഇനി ഉണ്ടാവില്ല. ഈ റേറ്റിന് ഒരിടത്തും ഈ ബ്ലൗസ് കിട്ടത്തില്ല, അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഇതിന് റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ല. നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ്, നിങ്ങളുടെ ബോഡിയുടെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസിനനുസരിച്ച് തരാനേ പറ്റത്തുള്ളൂ. ഇത് മിക്കവാറും ചിലർക്കെല്ലാം ഓൾട്ടർ ചെയ്യേണ്ടി വരും. നമ്മളൊരു കുർത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ, റെഡിമെയ്ഡ് കുർത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്യുന്ന അതേ ഒരു ഇതോടുകൂടി നിങ്ങൾ ഓൾട്ടർ ചെയ്യുക. സൈഡ് ഒന്ന് അടിച്ചാൽ മാത്രം മതി, അളവ് എടുക്കുക, എന്നിട്ട് സൈഡ് അടിക്കുക, അത്ര മാത്രം ചെയ്യേണ്ടി വരും. ചിലർക്ക് പെർഫെക്റ്റ് ഫിറ്റും ആയിരിക്കും, അത് നമുക്കറിയില്ല. എന്തായാലും റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നും ഇല്ല കേട്ടോ. ഒന്നാമത്തെ ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗീവ് അവേ മറക്കരുത്. നല്ല കമൻസിന് സമ്മാനം, ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു.